മറ്റേ വാറായിട്ട് പെട്രോൾ ഇങ്ങോട്ട് കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സേഫിന് കുറച്ച് പെട്രോൾ ഫുൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റ് സംഭവം സെറ്റാണ്. സ്പൂൺ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന പരിപാടി കേട്ടോ. ജസ്റ്റ് ഇന്ന് 23rd നോമ്പായല്ലേ, അതിൻ്റെ ഒരു നോമ്പ് തുറപ്പിക്കുന്ന പരിപാടിയാണ്. നോക്കാം. ഹലോ ആന്റി വന്നാ ഇല്ലെങ്കിൽ വന്നിരുന്നു. നോമ്പായത് കൊണ്ടായിട്ട് ക്വാണ്ടിറ്റി എല്ലാം കുറച്ചിട്ട് ഇതിന് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ടാവും. ഫൈവ് മിനിറ്റ്സ് സോക്ക് ചെയ്ത് വയ്ക്കട്ടാണ്. 4 to 5 times വാഷ് ചെയ്തിട്ടാണല്ലോ ഒക്കെ ബൊണ്ടത്തിന് ഇത് പറഞ്ഞതാണ്. ബൊണ്ടോ ഇത് മറ്റേ അതിൻ്റെ ഉള്ളിലുള്ള എവിടെ കിട്ടാറില്ല. നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയും കിട്ടാറില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് എവിടെ ഉണ്ടാവും. അത് ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തപ്പി പോവാം അല്ലല്ലേ. ഇത്രയേ ഉള്ളൂ. ജ്യൂസൊക്കെ പറ്റും ശരിയില്ല. എന്തായാലും നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ വാങ്ങാൻ കിട്ടുമോ? ഞാൻ വാങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ അതിൽ ആഡഡ് ഷുഗർ ഉണ്ട്. അപ്പോൾ ഇതിലും ഷുഗർ ആഡ് കണ്ടു പകുതി മാത്രം മതി. ഇതാണ് ഇത് കൊടുക്കുന്നത്. മെൽട്ടായിട്ട് ഇതിലേക്ക് ഞാനിവിടെ ചൈന ഗ്ലാസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ചൈന ഗ്ലാസ് ഇട്ടിട്ട് ഇതിലൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുടുക്കണം മീൻസ് ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസി വേണ്ടി. ഇതൊക്കെ മെൽട്ടാവും ചൈന ഗ്രാസിൻ്റെ ഇത് മെൽട്ടായിട്ട്. പിന്നെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഞാൻ പിന്നാണ് ആക്കുന്നത്. ജെല്ലി ആയ ശേഷമാണ് പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോയിട്ട് വന്ന ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ജെല്ലിയൊക്കെ. ഇവിടുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നോക്കും. വെള്ളം തിളങ്ങി ഇത് ഫിനിഷായിട്ടാണ്. ഇവിടെ കുഞ്ഞി പാത്രമാണ് കേട്ടോ വഹിച്ച് വെച്ചത്. അപ്പോൾ ഇതൊന്നൊരു അരമണിക്കൂർ ഫാനായിട്ട് പോയിട്ട് അരമണിക്കൂറിൽ കട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. പുഡിങ്ങിൻ്റെ ഇതെടുത്തേക്കണ എന്താണ് പാലെടുത്തിട്ട് പുഡിങ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. 2 രീതിയിൽ പുഡിങ് ഉണ്ടാക്കും. ഇതൊരു വെറൈറ്റി പുഡിങ്ങാണ്. സിറ്റമസീസ് വിത്ത് നമ്മൾ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടാണ്. ഓക്കെ, നല്ലൊരു പുഡിങ്ങാണ്. ഇത് കാണിച്ചു തരാം. ഇപ്പോൾ പാല് ഞാനിവിടെ പതിപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പാല് പതിച്ച് ഞാനിത് റെഡിമെയ്ഡ് കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഒന്നൂടെ വറുത്തെടുക്കണം കേട്ടോ. കുറച്ച് തിക്കാവുന്നതാണ് വറുത്ത് കൊടുക്കുക, മീൻസ് വിറകി കൊടുക്കുക. ഇത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തിക്കാവും കേട്ടോ. ഇതൊരു വേറെ സ്പെഷ്യലാണ് കേട്ടോ. ഒരു എല്ലൊക്കെ അത് ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വറുത്ത എല്ലോ വറുക്കണം. വറുത്ത ക്രിസ്പി ടൈപ്പിൽ കിട്ടണം. ആ എല്ലോ ഒന്ന് ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാവും. സ്വീറ്റ് ഇല്ലാതെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ഇതൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം സ്വീറ്റ് ഉണ്ടൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് നോമ്പുത്തുറൻ്റെ പരിപാടി. ഞാൻ പോവാണേ. വെള്ളിട്ട് പോകണം. ഇപ്പോൾ പെട്രോൾ ബൈക്ക് പോവാണ്. പെട്രോൾക്ക് വില കൂടുതൽ മാത്രമല്ല, പെട്രോൾ വരുന്നില്ല. പെട്രോൾക്ക് മറ്റേ വാറായിട്ട് പെട്രോൾ ഇങ്ങോട്ട് കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സേഫിന് കുറച്ച് പെട്രോൾ ഫുൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അവനാണ് കേട്ടോ പെട്രോൾ വയ്ക്കാൻ വേണ്ടി പോകുന്നതാണ്.
അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് വീഡിയോ കാണാം. പെട്രോൾ ഒഴിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. പെട്രോൾ പമ്പിൽ നിന്നാണ് ഉള്ളത്. പെട്രോൾ ഒഴിക്കുക നോക്കട്ടെ. ഫുൾ ടാങ്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. 284, 291, 295, 302, 305. $2,387 ഫുള്ളായി. 341 കിലോമീറ്റർ മാത്രമായിട്ട് വഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എത്രയായി? 3,080 രൂപ. 30 ലിറ്റർക്ക് 3,080 രൂപ ആയി. എല്ലാവരും വഹിക്കുന്നുണ്ട്. 3,173, 3,180 കണ്ടു. ഞാൻ പെട്രോൾ ഇരിക്കട്ടെ, കാരണം പെട്രോൾ ക്ലോസ് ആവും അത് ഇതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ ഇതാ നമ്മളെ കൊക്കോനട്ട് ടെൻഡറാണ് കേട്ടോ. സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ജെല്ലി സെറ്റായിട്ടുണ്ട്. ഇത് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ടെൻഡറാണ്. ഇത് കുറച്ച് മിൽക്ക് ഒഴിക്കുക, കാരണം ഇതിൽ വേറെ ഇല്ല. ഞാനിപ്പോൾ തപ്പിട്ട് പെട്രോൾ ഒഴിക്കുമ്പോൾ ഫുള്ള് തപ്പി വരാണ്. എല്ലാ പ്ലേസിലും ഇതുപോലെ തന്നെയാണുള്ളത്. ഞാനത് കുറച്ചാണ് കേട്ടോ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് മതി. ഓക്കെ, ഇത് ഞാനത് പേസ്റ്റാക്കി വരാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പുഡിങ്ങിൻ്റെ ഇത് ഒഴിച്ച് കൊടുത്തു. കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് സ്വീറ്റിന് വേണ്ടി. ഞാൻ പറഞ്ഞ കുറച്ച് ഒരു അമ്മാമ്മൻ്റെ ഭാര്യ, അമ്മാമ്മൻ്റെ മോളാണ് വരുന്നത്. പിന്നെ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഉമ്മ ഷുഗർ കഴിക്കുന്നില്ല. പിന്നെ ഉമ്മ കഴിക്കാത്തത് കൊണ്ട് ഞാനും കഴിക്കുന്നില്ല. അങ്ങനെയാണ് അവസ്ഥ. പിന്നെ അങ്ങനെ അത് കൊണ്ടിട്ട് വിചാരിക്കുന്നത് എന്താണ്, ടെൻഡർ കൊക്കോനട്ടൊന്ന് കുറച്ച് മതി ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. ഇന്നൊന്ന് പുഡിങ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നമ്മൾ അവർ പോയ ശേഷം നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം ക്വാണ്ടിറ്റി കുറച്ചിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന്. പിന്നെ അമ്മമ്മക്ക് പറഞ്ഞ ഇഷ്ടമല്ലല്ലോ ഗൈസ്. നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗണ്ണല്ലേ. ഓക്കെ, ഇനി നമ്മുടെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ക്യൂബ്സ് ആയിട്ടോ. ഞാനിത് കുറച്ചാണെങ്കിലും ടേസ്റ്റിലുണ്ടാക്കാന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ടെൻഡർ കൊക്കോനട്ട് റെഡിയായി. ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം നമുക്ക്. ഞാനാണ് കേട്ടോ വേവിച്ച് വെച്ചത്. ഇവിടെ പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഈസിയാണ് കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ കൂടുതലായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉമ്മാക്കും കട്ട്ലേറ്റാണ് ഇഷ്ടം. പിന്നെ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ സ്വീറ്റ്സ് കഴിക്കാറില്ലല്ലോ, വേറെ ഓപ്ഷൻ ഇന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കട്ട്ലറ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് എരിവുള്ളാക്കിയതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതാ കണ്ടില്ലേ, മസാല റെഡിയാണ്. ഇതൊന്ന് നമുക്ക് കുറച്ച് തണിയ ശേഷം ഇതൊന്ന് ബോൾ ഞാൻ ഒറ്റക്ക ജ്യൂസാണ് ഇട്ടത്. അതിൽ വെച്ചിട്ടുണ്ട് ജ്യൂസൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂബ്സാണ് കേട്ടോ, ഐസ് ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ കറക്കാൻ ഞാനിട്ട് ഞാൻ വത്തക്ക ജ്യൂസിൽ സർബത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
കുറച്ച് കഷ്കഷിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ സർബത്ത് റെഡി ആയിട്ട്. ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. പെരി പെരി മോസ്. പ്രത്യേകം ഇത് ഞാൻ കഴിക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. ആയാലും ഇത് കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അത് പറഞ്ഞില്ല. ഡിപ്പിങ് ചില്ലി സോസ് എടുത്ത് കുറച്ച് വെച്ചു. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒന്ന് ഇട്ട് കൊടുത്തു. കുറച്ചിട്ട് സോസാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചാണ് ഇത്തിരി അതേപോലെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലേക്സൊക്കെ ഇത്ര മതി കുട്ടികൾക്കല്ലേ. എക്സ്പെക്ട് ചെയ്യും. റെഡ് സോസ് അതെ ഇട്ടുന്നുണ്ട്. വൈറ്റ് എല്ലാം വറുത്ത് കൊടുക്കുന്നത്. അത് ഇതാക്കണം, ഫ്രൈ ആക്കണം. കുറച്ച് ലൈറ്റായിട്ട് സ്മെല്ലുണ്ടാവണം. അപ്പോൾ ഇതെല്ലാം നല്ല വേർന്നാണ് നമ്മുടെ ഇതിൽ. കുറച്ച് ഓൾറെഡി ഞാനിവിടെ എള്ള് വറുത്ത് വെച്ചിട്ടുണ്ട്. ടൈം എത്താൻ നോക്കി ഭാഷ കുറച്ച് പൊടിച്ചിട്ട് അങ്ങനെ വറുത്തേക്കാം. എന്തല്ലേ സോജക്കിട്ട് പത്കാലാമത്താക്കി മൈ ഇല്ല ചപ്പാവല്ലേ അയ്യോ ചൂട് സോജ് സപ്പ ഒരു ഗಂಟೆಲಿಲ್ಲ ടൈമിങ്. മുമ്പ് തക്കണം വന്നേ. അപ്പോൾ ഗസ്റ്റ് വന്നിട്ട് വീട്ടിലേക്ക് ബെല്ലടിക്കുന്നുണ്ട്. കൈവിട്ട് വരാനും പറ്റാത്ത അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ യപ്പാ മൈ ഗോഡ് ഗ്യാസ് കത്തിക്കില്ല. ഗ്യാസ് തീർന്നാ? അസ്സലാമു അലൈക്കും. ഹായ് സന. ಕೋಳಿ ಅಲ್ಲ ಇದು ಗಸಿ ಆಗುವ ಕಕ್ಕವಲೆ ಕಕ್ಕ ಆಕಳಿಂದ ಕಕ್ಕಲ್ಲ ಕರಿ ಆಕಳು ಯಾರೋ ಅಲ್ಲ ನಾಶ ಚಪಾತಿ ಹೇಗೆ ತಿನ್ನಲೇ ಕರಿ പൊടി കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആദ്യം ഇട്ടത്. ഭയങ്കര ടേസ്റ്റ് സംഭവം സെറ്റാണ്. സ്പൂൺ ഇത് ടൈപ്പ് ഓഫ് പുഡിംഗ് ആണ് കേട്ടോ. ഇതിൽ തിക്കും ആക്കാം, വാട്ടർ കൺസിസ്റ്റൻറ്റ് പോലും ആക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നാളെ ചായ ബൈ പുഡിംഗ് അത് ಮೊಮೋಸ್ ಚಂದല്ലേ ಕಟ್ಲೆಟ್ ಮೊಮೋಸ್ ತಿನ್ರಾದ